ഈ കുഞ്ഞുങ്ങൾ കരയോ അല്ലെങ്കിൽ ഒന്ന് മൂത്രമൊഴിച്ചോ കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരിക്കും, കുഞ്ഞിന് വയറൊട്ടി, അതുകൊണ്ട് പാല് എന്ന് പറയാം. അങ്ങനെ ഒരു ഫീഡിങ് ആണോ നല്ലത്? അങ്ങനെ ഒന്നുമല്ല. നമ്മളിപ്പോ കരയുന്നതിനാ വിശന്നിട്ടോ? നമുക്ക് വിശന്നാലും നമ്മൾ വിശക്കുമ്പോൾ വലിയൊരു കരയത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയും. നമ്മുടെ ദേഹം എവിടെയെങ്കിലും നൊന്ത് മുറിയോ എല്ലാം ചെയ്ത് നമ്മൾ വേദനിച്ച് കരയും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചാൽ നമ്മൾ സന്തോഷം കൂടിയിട്ട് ആനന്ദാശ്രു വരും. ഒരാൾ കരയുന്നതിന് പല റീസൺസ് ഉണ്ട്, അതുപോലെ കുഞ്ഞു കരയുന്നതിന് പല റീസൺസ് ഉണ്ട്. തണുപ്പടിച്ചാൽ കുഞ്ഞു കരയും, മനസ്സിലായില്ലേ? വിശന്നാൽ കുഞ്ഞു കരയും, ഉറക്കം പ്രോപ്പർ അല്ലെങ്കിൽ കുഞ്ഞു കരയും, നനവടിച്ചാൽ അത് കരയും മൂത്രം ഒഴിക്കുമ്പോൾ. പിന്നെ അതിന് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തികൾ എടുത്താലും അത് കരയും. അപ്പൊ പല റീസൺസ് ഉണ്ട് അത് കരയാൻ വേണ്ടിയിട്ട്. വിശക്കുന്ന കുഞ്ഞിന്റെ സിഗ്നൽസ് അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വായ തുറന്ന് ഇപ്പൊ തുണിയുടെ അറ്റം വല്ലതും ഇവിടെ തട്ടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു വിരൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ കുഞ്ഞിങ്ങനെ എന്നും പറഞ്ഞ് ഇതിലേക്ക് വരും. ഇതിനാണ് റൂട്ടിങ് എന്ന് പറയുന്നത്. ഇതൊരു റിഫ്ലെക്സ് ആണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ജിഷയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് വന്ന ജിഷ പെട്ടെന്ന് കണ്ടി, അതിനാണ് റിഫ്ലെക്സ്. നമ്മൾ അറിയാതെ നമ്മളൊരു പ്രവൃത്തിയോട് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ അറിയാതെ തന്നെ കുഞ്ഞ് കൊണ്ടുവരും. അത് ഫീഡിങ് സിഗ്നൽസ് ആണ്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കണം കുഞ്ഞിന് വിശക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പലരും പറയും ഇങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ, വൺസ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യണ്ട. അതിന് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. കുഞ്ഞിന്റെ ഉറക്കവും പോവും, അമ്മയുടെ ഉറക്കവും പോവും. നമ്മൾ ആകപ്പാടെ ചെയ്യുന്നത് ഡിമാൻഡ് ഫീഡിങ്. വിശക്കുമ്പോൾ കുട്ടി പറയും, അത് കരയും, അത് അമ്മയ്ക്ക് മനസ്സിലാവും. അന്നേരം മാത്രം വയറ് നിറയെ ഫീഡ് ചെയ്താൽ മതി. അപ്പൊ അതൊരു പ്രിമച്വർ ബേബിയിലോട്ട് എത്തുമ്പോഴത്തേക്ക് അവർക്ക് ഈ 2 hours എന്നുള്ളത് അത് കൃത്യമായി അങ്ങനെ തന്നെ വെയിറ്റ് അഡിക്വേറ്റ് ആയിട്ട് വരുന്നത് വരെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ മോണിറ്ററിംഗിൽ തന്നെ ആയിരിക്കും പ്രിമച്വർ ബേബീസിന്റെ ഫീഡ് പോകുന്നത്. അതായത് ഇപ്പം പ്രിമച്വർ ബേബി അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പോഴത്തെ NICU പ്രകാരം, NICUയുടെ ഫെസിലിറ്റി പ്രകാരം 500 ഗ്രാം തൊട്ടുള്ള ബേബീസിനെ വളർത്തുന്നുണ്ട്. 500 ഗ്രാമുള്ള ബേബിയെ വീട്ടിൽ കൊടുത്തു വിടാൻ പറ്റുമോ? പറ്റത്തില്ല. 1 കിലോ ഉള്ള ബേബിനെ വീട്ടിൽ കൊടുത്തു വിടാൻ പറ്റത്തില്ല. നന്നായിട്ട് ത്രൈവിംഗ് എന്ന് നമ്മൾ പറയും. ആ ടേം അങ്ങനെയാണ്. ബേബി ത്രൈവ് ചെയ്യുന്നുണ്ടോ എന്നില്ല എന്നുള്ളത് പീഡിയാട്രിഷ്യനോ അല്ലെങ്കിൽ നിയോനെറ്റോളജിസ്റ്റ്, അവരാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ്. അവർ നിങ്ങളോട് പറയും. അമ്മയുടെ ബ്രസ്റ്റ് ഫീഡ് മതിയാകാതുണ്ടെങ്കിൽ മാത്രം അവർ ഫോർമുല ഫീഡ് യൂസ് ചെയ്യും. പ്രീറ്റേം ബേബീസിന്റെ ഫോർമുല വേറെയാ, നോർമൽ ബേബിയുടെ പോലെയല്ല. അത് തരും. അതിന്റെ ഫീഡിങ് എങ്ങനെയാണ്? അതിന് ML ഉണ്ട്, ഇത്ര ബോഡി വെയിറ്റിന്. അത് കൃത്യമായിട്ട് NICU സ്പെഷ്യലിസ്റ്റുകൾക്ക് അറിയാം. ഓവർ ഫീഡ് ചെയ്ത് കുട്ടികൾക്ക് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസും അപകടങ്ങളും സംഭവിക്കാം. റിഗർജിറ്റേറ്റ് ചെയ്യാം, ആസ്പിറേറ്റ് ചെയ്യാം. അത് റിഫ്ലെക്സുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനത്തെ റൂട്ടിംഗ് റിഫ്ലെക്സ് ഒന്നും ഈ പ്രിമച്വർ ബേബീസിന് കുറവായിരിക്കും. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് മെഡിക്കൽ മോണിറ്ററിംഗിൽ വെച്ച് അവർക്ക് ഒരു ഉറപ്പ് വരും, അമ്മയുടെ കയ്യിൽ സേഫ് ആണെന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രമേ അവർ കുഞ്ഞിനെ തരുള്ളൂ. അപ്പൊ അതിന് എത്ര നേരം കൂടുമ്പോൾ ഫീഡിങ് വരണമെന്നല്ല നിയോനെറ്റോളജി സ്പെഷ്യലിസ്റ്റുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് വേരി ഫ്രം വൺ ബേബി ടു ദി അതർ ബേബി. അതിനൊരു ഇന്നതെന്ന് പറഞ്ഞൊരു ഇതില്ല.